മലപ്പുറത്തെ വർഗീയവൽക്കരിക്കുന്നവർക്കുള്ള മറുപടിയാണ് തവനൂരിലെ തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് UDF സ്ഥാനാർത്ഥി VS ജോയ് പറയുന്നു. മലപ്പുറത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. UDF അധികാരത്തിലെത്തിയാൽ ചമ്രവട്ടം പാലവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവരുമെന്നും ജില്ലയിലെ 16 സീറ്റും ഇത്തവണ UDF നേടുമെന്നും VS ജോയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. DCC പ്രസിഡന്റ് VS ജോയ് തവനൂരിലെ UDF സ്ഥാനാർത്ഥി. KT ജലീലിനെതിരെയാണ് മത്സരം. ഇത്തവണ തവനൂർ പിടിച്ചെടുക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു. വലിയ പ്രതീക്ഷയിലാണ്. തവനൂർ മണ്ഡലം രൂപം കൊണ്ട് ഇതുവരെ UDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർഷം തവനൂരിൻ്റെ തലവര ഞങ്ങൾ തിരുത്തി എഴുതും എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയാണ്. KT ജലീലാണ് സ്ഥാനാർത്ഥി. 3 തവണയായി MLA ആണ്, മന്ത്രിയായ ആളാണ്. അപ്പം ആ ഒരു മത്സരം ടൈറ്റ് ആവുന്ന സാധ്യത. തീർച്ചയായും അദ്ദേഹം 3 തവണ MLA ആയത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൈനസായിട്ട് ഞങ്ങളെ കാണുന്നത്. തീർച്ചയായും എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാ തരത്തിലും തവനൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ്. കുടിവെള്ളം ഇല്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ചമ്രവട്ടം പാലം ഏറ്റവും വലിയ അഴിമതി പാലമായി കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. തീർച്ചയായും UDF അധികാരത്തിൽ വന്നാൽ ചമ്രവട്ടവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടക്കും. കേരളത്തിൻ്റെ ഖജനാവിലെ പണം ചോർത്തിയെടുത്ത ആ അഴിമതി പാലത്തിലെ പിന്നിലെ പ്രവർത്തിച്ചുള്ള അഴിമതി കഥകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കും. ടൂറിസം രംഗത്തൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരുപാട് ഭാവിയും സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. തീർച്ചയായും അത് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതികരണമാണ്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. മാറ്റം കൊതിക്കുന്ന തവനൂരിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന പലരുമുണ്ട്, പല നേതാക്കൾ, ഉയർന്ന നേതാക്കൾ. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും വലിയൊരു മാറ്റമാണല്ലോ. കാരണം മലപ്പുറത്തെ സംബന്ധിച്ച് വലിയ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്നത്. കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ഈറ്റിലവും പോറ്റിലവും മലപ്പുറത്തിൻ്റെ മണ്ണാണ്. പക്ഷേ ആ മണ്ണിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള മറുപടിയാണ്. റിയൽ മലപ്പുറം സ്റ്റോറി ആണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ഇപ്പോഴാണ് സ്ഥാനാർത്ഥികളായത്. ലീഗുകാരെ തേടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ്? അതുകൊണ്ടല്ല, മത്സരിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ടാണ്. തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാൻ ആരാണ് തയ്യാറാവുക എന്നുള്ള പ്രശ്നമാണ്. അത് സ്വാഭാവികമാണ്. ഈ തവനൂരിലെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു. താനൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുപക്ഷമാണ്, CPM ആണ്. ഇതൊക്കെ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ വിരോധാഭാസമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് വരാൻ പോകുന്ന വലിയ ദുരന്തം, ഇടതുപക്ഷം ഏറ്റുവാങ്ങാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ ഒരു തുടക്കമാണ്. അതിൻ്റെ ഒരു തെളിവ് മാത്രമാണ്. അവസാനമായിട്ടുള്ള ചോദ്യം DCC അധ്യക്ഷനോടുള്ള ചോദ്യമാണ്. 16 സീറ്റുണ്ട്, എത്ര പിടിക്കും കാര്യമായിട്ട്? അത് ഞങ്ങൾ പറഞ്ഞല്ലോ, 16-ൽ 16 തൂത്തുവാരിയാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. 16-ൽ 16 ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചു. പൊന്നാനി അടക്കം 16-ൽ 16 ഞങ്ങൾ ജയിക്കും. ചരിത്രത്തിലെ UDFന്റെ ഏറ്റവും വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഇത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. 16-ൽ 16 സീറ്റും ഈ ജില്ലയിൽ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. തവനൂരിൽ KT ജലീലിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.